പെരുന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതാ പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അവിടെ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാട് എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. വി.ഡി. സതീശൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം ആഘോഷിക്കുന്നത് പാണക്കാട് കുടുംബത്തോടൊപ്പമാണ്. പാണക്കാട് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജംഷീർ കൊടിഞ്ഞ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജംഷീർ, അല്പസമയമേ ആയിട്ടുള്ളൂ മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ട്. ഇപ്പോൾ അവിടെ പാണക്കാട് കുടുംബാംഗങ്ങളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണോ? എങ്ങനെയാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷം അവിടെ? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാവുന്നതുപോലെ ഒരു ബലിപെരുന്നാൾ സുദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം പാണക്കാട് എത്തുക എന്നുള്ളതും ഏറെ പ്രധാനമാണ്. മുഖ്യമന്ത്രി അതിനുശേഷം അദ്ദേഹം ആദ്യമായി പാണക്കാട് എത്തുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായും ഇന്നത്തെ പെരുന്നാൾ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടും കൂടി തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തൊക്കെ വലിയ തരത്തിലുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, നീണ്ടുപോയ ഒരു സാഹചര്യത്തിലൊക്കെ മുസ്ലിം ലീഗ് എടുത്ത നിലപാടൊക്കെ വളരെ വലുതായിരുന്നു. മുസ്ലിം ലീഗ് മാത്രമല്ല ഈ മറ്റു ഘടകകക്ഷികൾ എടുത്ത നിലപാട് അത് നേരിട്ട് ഒരു നിലപാടല്ലെങ്കിൽ പോലും, നേരിട്ട് അതിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ പ്രാധാന്യം അറിയിക്കുന്നതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടെയൊക്കെ നിലവിലുണ്ടായിരുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ഏറെ പ്രസക്തമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇനി അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ പ്രതികരണവും ലഭിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെ ഡൽഹിയിലും കേരളത്തിലൊക്കെ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അവിടെ പ്രതികരണം തേടിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം എന്തായാലും പ്രതികരണം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുമോ എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട്. ഏതായാലും രാവിലെ ഏതാണ്ട് 9:30 ശേഷം എത്തിയ അദ്ദേഹത്തെ പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി, മറ്റു തങ്ങന്മാർ, ലീഗ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരാണ് സ്വീകരിച്ചിരിക്കുന്നത്. അകത്ത് അവര് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ പെരുന്നാൾ സ്നേഹമൊക്കെ. മുഖ്യമന്ത്രി മാത്രമേ ഉള്ളോ? മറ്റു മന്ത്രിമാരുണ്ടോ കൂടെ? മുഖ്യമന്ത്രി മാത്രമാണുള്ളത്. മറ്റു ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരും എം.എൽ.എമാരും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹം സാദിഖ് അലി തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം സ്നേഹം പങ്കിടുന്നു, പെരുന്നാൾ ദിനം പങ്കിടുന്നു. ഇന്ന് അല്പസമയം ഇവിടെ ചെലവഴിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് രാവിലെ അദ്ദേഹത്തിന് മറ്റു പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ അല്പസമയം ഇവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ കേവലം ഒരു സന്ദർശനത്തിനപ്പുറം ഒരല്പസമയം ചെലവഴിച്ച് പെരുന്നാൾ സന്തോഷമൊക്കെ പങ്കിട്ടതിന് ശേഷമായിരിക്കും മടങ്ങുക. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഉള്ള പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് അതിന്റെ പ്രതികരണം, പെരുന്നാൾ ആശംസകൾക്കും മറ്റു അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതിനുകൂടിയുള്ള കാത്തിരിപ്പിലാണ്.